ബഹിരാകാശത്തു നിന്നുള്ള തിരിച്ചുവരവ് എന്നത് ഭൗതികശാസ്ത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളോളം ഭ്രമണപഥത്തിൽ ചെലവഴിച്ചതിന് ശേഷം ഓരോ പ്രവർത്തനവും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട്. സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് കൃത്യതയോടെയാണ്. വ്യക്തിഗത സാധനങ്ങളും ശാസ്ത്രീയ സാമ്പിളുകളും ഉപകരണങ്ങളും വെറും അടുക്കി കെട്ടുകയല്ല, മറിച്ച് കൃത്യമായ ബാലൻസ് നിലനിർത്തിക്കൊണ്ടാണ് സൂക്ഷിക്കുന്നത്. സൂയസ് ബഹിരാകാശ പേടകം യാത്രികരെ കാത്തിരിക്കുന്നു. അടച്ചുറപ്പുള്ളതും വിശ്വസനീയമായ ഒരു പേടകം. അതിന് കൃത്യമായ പരിശോധനകളും ശ്രദ്ധയും ആവശ്യമാണ്. ഓരോ സിസ്റ്റവും പരിശോധിക്കപ്പെടുന്നു. ഓരോ ചെക്ക് ലിസ്റ്റും ഗ്രൗണ്ട് കൺട്രോളുമായി സ്ഥിരീകരിക്കുന്നു. യാത്രയയപ്പ് പറയുക, സോയിസിലേക്ക് ഞെരുങ്ങിക്കയറുക, നിങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സീറ്റിലിരിക്കുക. അവസാനമായി വാതിലടയുന്ന ശബ്ദം മുഴങ്ങുന്നു. അന്തിമ പരിശോധനകൾ ആരംഭിക്കുന്നു. മർദ്ദം, ആശയവിനിമയം, ലൈഫ് സപ്പോർട്ട് എല്ലാം ശരി. വേർപെടാൻ തയ്യാറെടുക്കുമ്പോൾ നിലയത്തിന്റെ നേർത്ത ശബ്ദം മങ്ങുന്നു. നിങ്ങളുടെ സഹയാത്രികരെയും ഇടുങ്ങിയ പേടകത്തെയും താഴെയുള്ള ലോകത്തെയും അവസാനമായി ഒരു നോക്ക് കാണുക. വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇനി തിരികെയില്ല. അടുത്ത അധ്യായം ആരംഭിക്കാൻ പോകുന്നു. വേർപെടൽ വളരെ ശാന്തമാണ്. ചില ലോഹ ശബ്ദങ്ങൾ, സ്പ്രിങ്ങുകളുടെ ഒരു തള്ളൽ. നിങ്ങൾ ISSൽ നിന്ന് അകലാൻ തുടങ്ങുന്നു. ജനാലയിലൂടെ ബഹിരാകാശത്ത് നിങ്ങളുടെ വീട് ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഇരുട്ടിനെതിരെ ഒരു നിശബ്ദമായ ഔട്ട്പോസ്റ്റ്. സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിതമായ അകലത്തിലാണെന്ന് ഉറപ്പാക്കാൻ ഒരു സെപ്പറേഷൻ ബേൺ പ്രവർത്തിക്കുന്നു. സോയിസ് ഡി ഓർബിറ്റ് ബേണിനായി ഒരുങ്ങുന്നു. ഇനി തിരിച്ചു വരാനാകാത്ത ഒരു പോയിന്റ്. എഞ്ചിൻ പ്രവർത്തിച്ച് വേഗത കുറയ്ക്കുന്നു. ഗുരുത്വാകർഷണം നിങ്ങളെ വീട്ടിലേക്ക് വലിക്കാൻ പാകത്തിന്. 5 മിനിറ്റത്തെ പിരിമുറുക്കത്തിന് ശേഷം നിശബ്ദത. നിങ്ങളിനി ഭ്രമണപഥത്തിലല്ല. ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. യാത്രികർക്ക് നിശബ്ദമായ ഒരു ധാരണയുണ്ട്. അടുത്തത് അന്തരീക്ഷ പ്രവേശനമാണ്. ഉടൻ തന്നെ നിങ്ങൾ മണിക്കൂറിൽ 28,000 കിലോമീറ്ററിലധികം വേഗതയിൽ അന്തരീക്ഷത്തിൽ പ്രവേശിക്കും. സോയൂസ് 3 ഭാഗങ്ങളായി വേർപെടുന്നു. അവസാനത്തെ കുതിച്ചുചാട്ടത്തിനായി ഡീസന്റ് മോഡ്യൂൾ മാത്രം അവശേഷിക്കുന്നു. ഭൗതികശാസ്ത്ര നിയമങ്ങൾ അനിഷേധ്യമാണ്. ഭൂമിയിലേക്കുള്ള പതനം ആരംഭിച്ചു. ഡീസന്റ് മോഡ്യൂൾ മാത്രം അന്തരീക്ഷത്തിലേക്ക് കുതിക്കുന്നു. പ്രകമ്പനങ്ങൾ കൂടുന്നു. പിന്നെ ഒരു വലിയ ശബ്ദം. പുറത്ത് വായു തീയായി മാറുന്നതിനനുസരിച്ച് പ്ലാസ്മ തിളങ്ങുന്നു. ഹീറ്റ് ഷീൽഡ് കരിഞ്ഞുണങ്ങി പൊട്ടുന്നു. ആയിരക്കണക്കിന് ഡിഗ്രി ചൂടിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. ജി ഫോഴ്സുകൾ നിങ്ങളെ സീറ്റിലേക്ക് അമർത്തുന്നു. ശ്വസിക്കാൻ പ്രയാസമാണ്. നിമിഷങ്ങൾക്കകം ഓർബിറ്റിൽ വേഗതയിൽ നിന്ന് സുരക്ഷിതമായ ഒരു പതനത്തിലേക്ക് നിങ്ങൾ വേഗത കുറയ്ക്കുന്നു. ആശയവിനിമയം നിലയ്ക്കുന്നു. പ്ലാസ്മ എല്ലാ സിഗ്നലുകളെയും തടയുന്നു. നിങ്ങൾ ഒറ്റപ്പെടുന്നു. പേടകത്തിലും നിങ്ങളുടെ പരിശീലനത്തിലും വിശ്വസിക്കുന്നു. വലിയ ശബ്ദം, തീജ്വാലുകൾ, ഉലുക്കം. പിന്നെ പെട്ടെന്ന് അത് കെട്ടടങ്ങുന്നു. ജി ഫോഴ്സുകൾ കുറയുന്നു. തിളക്കം മങ്ങുന്നു. നിങ്ങൾ അന്തരീക്ഷ പ്രവേശനത്തെ അതിജീവിച്ചു. ഇപ്പോൾ പേടകത്തിന്റെ കമ്പ്യൂട്ടർ പാരച്യൂട്ട് വിന്യാസത്തിനായി തയ്യാറെടുക്കുന്നു. അപകടകരമായ ഭാഗം കഴിഞ്ഞു. പക്ഷേ ലാൻഡിംഗ് പ്രക്രിയ നിർണായകമാണ്. ആശ്വാസം ക്ഷണിതകമാണ്. ശ്രദ്ധ നിലനിർത്തുക. പാരച്യൂട്ട് വിന്യാസം അതിശക്തമാണ്. ഒരു പൈലറ്റ് ഷൂട്ട്. പിന്നെ മുകളിൽ ഒരു വലിയ പ്രധാന കനോപ്പി വിരിയുന്നു. 0 ഗുരുത്വാകർഷണത്തിൽ മാസങ്ങളോളം കഴിഞ്ഞതിന് ശേഷം പേടകം ആടിയൊലഞ്ഞ് ദിശാബോധം നഷ്ടപ്പെടുത്തുന്നു. കസാഖ് സ്റ്റെപ്പിന് താഴെ വിശാലവും സ്വാഗതം ചെയ്യുന്നതുമായി കാണപ്പെടുന്നു. നിലത്തുനിന്ന് ഏതാനും മീറ്റർ മുകളിലായി സോഫ്റ്റ് ലാൻഡിംഗ് എഞ്ചിനുകൾ പ്രവർത്തിച്ച് ആഘാതം കുറയ്ക്കുന്നു. എന്നിരുന്നാലും ലാൻഡിംഗ് ഒരു കുലുക്കമുണ്ടാക്കുന്നു. പേടകം പലപ്പോഴും ഉരുളുന്നു. പിന്നീട് നിശബ്ദത. യാത്ര അവസാനിച്ചു. വാതിൽ തുറക്കുന്നു. ഭൂമിയുടെ ഗന്ധങ്ങളാൽ സമ്പന്നമായ ശുദ്ധവായു അകത്തേക്ക് കുതിച്ചെത്തുന്നു. രക്ഷാപ്രവർത്തകർ നിങ്ങളെ പുറത്തിറക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് അവിശ്വസനീയമാംവിധം ഭാരം അനുഭവപ്പെടുന്നു. നിങ്ങൾ കസേരകളിൽ ഇരിക്കുന്നു. ഗുരുത്വാകർഷണവുമായി വീണ്ടും പൊരുത്തപ്പെടുന്നു. ബഹിരാകാശത്ത് നിന്നും മടങ്ങുന്നത് ഒരു നേട്ടവും പുനർജന്മവുമാണ്. ഗുരുത്വാകർഷണത്തിന്റെ പിടിയിൽ നടക്കാനും ജീവിക്കാനും നിങ്ങൾ വീണ്ടും പഠിക്കണം. വീട്ടിലേക്കുള്ള യാത്ര പ്രതിരോധശേഷിയുടെ പാഠമാണ്. ഭൂമി നിങ്ങളെ തിരികെ സ്വാഗതം ചെയ്യുന്നു. ചേഞ്ച് ഫോർ എവർ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.